വയനാട് മുണ്ടക്കയിൽ ദുരന്തത്തിലകപ്പെട്ട മനുഷ്യരെ മാത്രമല്ല രക്ഷാപ്രവർത്തകർ സഹായിക്കുന്നത്, മിണ്ടാപ്രാണികളെയും സഹായിക്കുന്നുണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് പ്രാഥമിക ശുശ്രൂഷ വേണ്ടതിന് അതും, പിന്നീട് ഭക്ഷണം വേണ്ടതിന് അതും നൽകുന്നുണ്ട്. ഒപ്പം ഒരു പശുവിൻ്റെ അവസ്ഥ, പ്രസവിച്ച് അകിട് നിറഞ്ഞു നിൽക്കുകയാണ്. പാല് കുടിക്കാനുള്ള കന്നുകുട്ടിയെ കാണാനില്ല. ആ അകിട് നിറഞ്ഞു നിന്ന പശുവിനെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ സഹായിച്ചതെന്ന് കണ്ടേ. കണ്ടില്ലേ, അകിടിലുള്ള പാല് കറന്നു കളയുകയാണ്. പാല് കെട്ടിനിന്ന് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വേദനയാകും. അത് ഈ ദുരന്തമുഖത്ത് മറ്റുള്ളവരെ തിരയുന്നതിനിടയിൽ തന്നെ അതനുഭവിക്കുന്ന അസ്വസ്ഥതയും തിരിച്ചറിഞ്ഞ് ആ ദുരിതങ്ങൾക്കിടയിൽ ആ മിണ്ടാപ്രാണിക്ക് ആശ്വാസമാകാനും രക്ഷാ വോളണ്ടിയർമാരും സഹായിക്കാൻ മുന്നിട്ടിറങ്ങി. സാധാരണഗതിയിൽ മെനക്കെടുന്നവരല്ല, പക്ഷേ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കൊണ്ടാണ് മലയാളി വേറെ ലെവലെന്ന് പറയുന്നത്. ഇതേ ദൃശ്യം നമുക്ക് കൊറോണ കാലത്തും കാണാം. ഇതുപോലുള്ള ദൃശ്യം വേനൽക്കാലത്തും കാണാം. മിണ്ടാപ്രാണികൾക്ക് വെള്ളം വെച്ച് കൊടുക്കുന്ന രീതിയിലാണെങ്കിലും ശരി, ഈ പയ്യനെ അതിൻ്റെ ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പാല് കറന്ന് അതിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനും അധികൃതർ തയ്യാറാകുന്നുണ്ട്. ഇതൊക്കെയാണ് മലയാളികളുടെ പ്രത്യേകത. ദുരന്തമുഖത്തെ മിണ്ടാപ്രാണിയെയും ചേർത്ത് പിടിക്കും. മനുഷ്യരെ കണ്ടെത്താൻ നടത്തുന്ന പ്രയത്നങ്ങൾക്കിടയിൽ കാണുന്ന ഇത്തരം ചില ദൃശ്യങ്ങൾ അത് ഉള്ളുലയ്ക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് യജമാനെ തേടി നടക്കുന്ന ഒരു നായയുടെ ദൃശ്യം. ദുരന്തം തച്ച് തകർത്ത് പോയിടത്തേക്ക് തൻ്റെ ഉടമസ്ഥനെ തിരഞ്ഞു നടക്കുന്ന ഈ നായ്ക്കുട്ടിയും ആ ദുരന്ത മേഖലയിലെ ഒരു വേറിട്ട കാഴ്ചയാണ്. മനുഷ്യർക്ക് ചിലപ്പോൾ ഇത്രമാത്രം ആത്മബന്ധം മറ്റ് മനുഷ്യരോട് ഉണ്ടാകില്ല. അത് പരിപൂർണമായിട്ടല്ല ചിലർക്ക്. നമ്മുടെ നാട്ടിൽ ഡീഗ്രേഡ് നടക്കുകയാണല്ലോ, ഒന്നും കൊടുക്കരുത് എന്ന് അവകാശപ്പെടുകയാണല്ലോ. അവിടെയാണ് ഈ കാഴ്ചയൊക്കെ നമ്മളെ എത്രത്തോളം മാനുഷികതയുണ്ട് എന്ന് തുറന്നു കാട്ടുന്നത്. രണ്ട് മിണ്ടാപ്രാണികൾ, ഉറ്റവരും ഉടയവരെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അവർ അനാഥമാകുന്നില്ല. അവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ രക്ഷാപ്രവർത്തകർ നടത്തുന്നത് കാണുമ്പോൾ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ദുഃഖത്തിന് ചെറിയൊരു ആശ്വാസം പകരുന്നുണ്ട്.